ഫെഡറൽ സംവിധാനം എന്ന് പറയുമ്പോൾ സംസ്ഥാനമുണ്ട്, അതുപോലെ തന്നെ കേന്ദ്രവുമുണ്ട്. സംസ്ഥാനത്തെ സഹായിക്കാനുള്ള ഉത്തരവാദിത്വം ഇതുപോലുള്ള ദുരന്തങ്ങളിൽപ്പെട്ടാൽ കേന്ദ്ര ഗവൺമെൻറ്റിനുള്ളതാണ്. അവരുടെ കയ്യിലാണ് സാമ്പത്തികമായ മുഴുവൻ സോഴ്സും. നമ്മുടെ കയ്യിൽ ഇപ്പോൾ GST കൂടി വന്നപ്പോൾ നികുതി പിരിക്കാനുള്ള മിഷനറി പോലും നമുക്ക് ഉപയോഗിക്കാനാവുന്നില്ല. നമുക്ക് വേണ്ടി നമ്മൾ പിരിക്കുന്ന എല്ലാ നികുതിയും പൂർണ്ണമായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് അയക്കുകയാണ്. അതിൽ നിന്ന് വിഹിതം കിട്ടുകയാണ്. നമുക്ക് തരേണ്ടുന്ന കൃത്യമായ വിഹിതം പോലും കൃത്യമായിട്ട് തരുന്നില്ല എന്നുള്ള പരാതിയാണ് കേരള ഗവൺമെൻറ് മുന്നോട്ടേക്ക് വെക്കുന്നത്. സംയുക്ത സംരംഭത്തിൻ്റെ ഭാഗമായിട്ട് നടത്തേണ്ടുന്ന പണം, കേന്ദ്രം തരേണ്ടുന്ന ഫണ്ടും അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വെക്കേണ്ടുന്ന ഫണ്ടും ചേർത്താണ് കേന്ദ്ര സഹായത്തോടു കൂടിയുള്ള സംയുക്ത പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി തീരുമാനിക്കുക. നമ്മൾ ചിലവാക്കിയാലും നമുക്ക് ഫണ്ട് തരുന്നില്ല. അപ്പോൾ ഇവിടെയാണെങ്കിൽ, കേരളമാണെങ്കിൽ ജനങ്ങൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് 62 ലക്ഷം ആളുകൾക്ക് 1600 രൂപ പ്രകാരം പെൻഷൻ കൊടുക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം ഈ കേരളമാണ്. ദുരിതപൂർണമായ ഒരു ജീവിതത്തിലേക്ക് പോകാതിരിക്കാൻ അവരെല്ലാം സംരക്ഷിച്ചുകൊണ്ട്, അവരെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് പട്ടിണി അവസാനിപ്പിക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് ഈ ലോകത്തിൻ്റെ മുമ്പിൽ മുതലാളിത്ത സമൂഹത്തിൽ പറയാൻ പോകുന്ന ഒന്നാമത്തെ സംസ്ഥാനമായിട്ട് കേരളം മാറുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നമുക്കറിയാലോ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ തലത്തിലേക്കാണ് നമ്മുടെ വളർച്ച. കേന്ദ്ര ഗവൺമെൻറ് ഈ രീതിയിലുള്ള സംസ്ഥാനത്തോടും ജനങ്ങളോടുമുള്ള പക, നമുക്കെതിരായിട്ടുള്ള ശക്തിയായ കടന്നാക്രമം, ഇതെല്ലാം നമുക്കെതിരായിട്ട് നടത്തിയതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും കേരളത്തിൻ്റെ വികസന പാതയിൽ നിന്ന് മാറും എന്നൊരു തെറ്റിദ്ധാരണയും ഇവിടെ ആർക്കും ഉണ്ടാവേണ്ടതില്ല. ഇവരുടെ ഷീട്ടില്ലാതെയും കേരളം ഉദ്ദേശിച്ച രീതിയിൽ പുനരധിവാസം ഉൾപ്പെടെയുള്ള ലോകത്തിന് മാതൃകയാവുന്ന ടൗൺഷിപ്പ് രൂപപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ പ്രവർത്തനം മുന്നോട്ടേക്ക് നീക്കുകയാണ്. അത് ഒരു തരത്തിലും പിന്നോട്ടേക്ക് പോവില്ല എന്ന കാര്യം ഞാനിവിടെ ഉറപ്പിച്ച് പറയുക. ഗവൺമെൻറ്, കേരള ഗവൺമെൻറ് ജനങ്ങളുടെ പിന്തുണയോടെ ആ കാര്യം നിർവഹിക്കുക തന്നെ ചെയ്യും. ഒരു സംശയവും ഉണ്ടാവേണ്ടിയില്ല. കേന്ദ്ര ഗവൺമെൻറ് എടുക്കേണ്ടുന്ന നിലപാടുകൾ കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്നില്ല എന്നുള്ള വിമർശനം അതിശക്തിയായിട്ട് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും വയനാട്ടിലെ ഓരോരുത്തരിലും, ഏത് കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും ഏത് മനുഷ്യൻ്റെയും മനസ്സിലതുണ്ട്. അവർ പ്രകടിപ്പിക്കുകയോ പൂർണ്ണമായിട്ട് എന്നിപ്പോൾ പറയാൻ സാധിക്കില്ല. UDF ഉൾപ്പെടെ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവഗണനക്കെതിരായ ഉറച്ച നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകാൻ അവർ തയ്യാറില്ല എന്നുള്ളതാണ്. കേരളത്തെ വഞ്ചിക്കുന്ന രാഷ്ട്രീയ സമീപനമാണ് യഥാർത്ഥത്തിൽ UDF സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. BJPയെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ ഗവൺമെൻറ്റാണ്. പൂർണ്ണമായും കേരളത്തിനെതിരായ രാഷ്ട്രീയ സമീപനത്തിനു വേണ്ടി ഒരു ഉപരോധം തീർത്തുകൊണ്ടാണ് അവർ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഈ ജാതിയിൽ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഈ ജനതയെ, ഈ വയനാട് ജനതയെ, കേരളത്തിലെ ജനതയെ, വയനാട് മാത്രമല്ല കേരളത്തിലെ ജനതയെ ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭരണഘടനക്കകത്തു നിന്നുകൊണ്ട് കേന്ദ്രം നിർവഹിക്കേണ്ടുന്ന ബാധ്യത, അവരുടെ ചുമതല അവർ നിർവഹിക്കുന്നില്ല എന്ന കാര്യം മുണ്ടക്കൈ, ചൂരൽമല ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ ഓരോരുത്തരെയും കൃത്യമായിട്ട് അറിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാൽനടയായി പോയി ഈ കാര്യം ജനങ്ങളോട് പറയുന്നതിന് വേണ്ടിയുള്ള ജാഥയാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആ കാര്യവുമായി മറ്റ് വിശദീകരണത്തിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് തരേണ്ടുന്ന ഒരുപാട് ലക്ഷക്കണക്കിന് കോടി ഉറുപ്പിയാണ് തരാത്തത്. നിങ്ങൾ പറയുമ്പോൾ 1000 100 ലക്ഷക്കണക്കിന് കോടി ഉറുപ്പിക കേരളത്തിന് തരേണ്ടത് തരുന്നില്ല. എന്താ അവർ പറയുന്നത്? നിങ്ങൾ പിന്നണിയിൽ നിന്ന് മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്, നിങ്ങളുടെ മുന്നേറ്റത്തെയാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ എന്തിനാണ് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് മറ്റ് സംസ്ഥാനങ്ങൾ കൊടുക്കുന്നത് പോലെ പണം തരേണ്ട കാര്യം എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. നമ്മൾ വളർന്നു പോയതാണത്രേ, നമ്മൾ മുന്നേറിയതാണത്രേ, നമ്മുടെ വളർച്ചയാണത്രേ നമുക്ക് ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് നിൽക്കുന്നത് എന്നാണ് കോൺഗ്രസ് BJPയുടെ നേതാക്കന്മാരും മന്ത്രിമാരും ഗവൺമെൻറ്റും പൊതുവെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാധാരണ രീതിയിൽ ഞങ്ങൾ ഉറപ്പിച്ച് മുമ്പേ പറയുന്നത്, നിങ്ങളിൽ നിന്ന് ഔദാര്യമല്ല ചോദിക്കുന്നത്,
നികുതി പണമാണല്ലോ നിങ്ങളുടെ എല്ലാം കയ്യിലുള്ളത്, ജനങ്ങളുടെ കയ്യിൽ നിന്നുള്ള പണം. അല്ലാണ്ട് നിങ്ങൾ വേറെ എവിടെ നിന്നും കൊണ്ടുവന്ന പണമല്ലല്ലോ, ജനങ്ങളുടെ നികുതി പണമല്ലേ. അത് ജനങ്ങളുടെ ഉന്നതിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട പണമാണല്ലോ. ആ പണം കേരളം പോലുള്ള സംസ്ഥാനത്തിന് നൽകാതെ നിങ്ങൾക്ക് താല്പര്യമുള്ള സംസ്ഥാനങ്ങൾക്ക് വാരി കോരി കൊടുക്കുന്നുണ്ടല്ലോ. അത് രണ്ടും തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് തരാതിരിക്കുക, എന്നാൽ അവർക്ക് താല്പര്യമുള്ള വേറെ താല്പര്യമൊന്നുമല്ല, രാഷ്ട്രീയ താല്പര്യമുള്ള സംസ്ഥാനങ്ങൾക്ക് എത്രയോ വലിയ രീതിയിലുള്ള സഹായം നൽകുകയും ചെയ്യുക. ഇതാണ് ബഡ്ജറ്റിലൂടെ നമ്മൾ കാണുന്നത്. അതുതന്നെയാണ് പ്രോജക്റ്റുകളുടെ ഭാഗമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലുള്ള കേരളത്തിൻ്റെ വളർച്ചയെയും അംഗീകരിക്കാതെ എങ്ങനെയാണ് കേരളം തകർന്നു പോകേണ്ടത് എന്നതിനെപ്പറ്റി ആലോചിച്ച് അതിനുവേണ്ടിയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് കേന്ദ്ര ഗവൺമെൻറ്, BJP അതുപോലെ തന്നെ അതിൻ്റെ ഗവൺമെൻറ്റും ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തികളെ തുറന്നു കാണിക്കണ്ടേ? അത് ജനങ്ങളോട് വിശദീകരിക്കണ്ടേ? അത് വിശദീകരിക്കേണ്ട ഘട്ടത്തിൽ ഒരു കാര്യം ഇതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾ പറയുകയാണ്, ഞങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാൻ തന്നെയാണ് ശ്രമം. 9 കൊല്ലം മുമ്പ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുത്തുകൊണ്ട് വന്ന ആദ്യഘട്ടം ഞങ്ങൾ ആലോചിച്ചു. ഇന്നത്തെ പരിസ്ഥിതിയിൽ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക ഉപരോധത്തിൻ്റെ നിലപാടിനെ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ കണ്ടു ഒരു കാര്യം. എന്താ? കേന്ദ്രം നമുക്ക് വേണ്ടത്ര പണം തരില്ല. ആദ്യം മനസ്സിലായി, 9 കൊല്ലം മുമ്പ് മനസ്സിലായി. എന്നിട്ട് വെറുതെ ഇരിക്കുകയല്ല ചെയ്ത്, നിങ്ങളിതെല്ലാം ഗൗരവപൂർവ്വം പഠിക്കേണ്ടിയാണ്, മനസ്സിലാക്കേണ്ടിയാണ്. അതിനെ എങ്ങനെ മറികടക്കണം എന്ന് ഞങ്ങൾ ആലോചിച്ചു. കേന്ദ്ര ഗവൺമെൻറ് പണം തന്നില്ല എന്ന് പറഞ്ഞിട്ട് കേരളത്തിൻ്റെ വളർച്ചയെയും വികസനത്തെയും മുരടിപ്പിക്കാൻ പറ്റുമോ? കേരളത്തിന് റിസർവ് ബാങ്കിൻ്റെ കയ്യിലേക്ക് പണം വരുന്നത് പോലെ നാസിക് പ്രസന്ന് പണം അച്ചടിക്കാൻ പറ്റുമോ? അതും പറ്റൂല. പിന്നെ ഭാവനയോടുകൂടി കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യാനേ സാധിക്കുള്ളൂ. അത് ഞങ്ങൾ ചെയ്തു. അത് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വയനാട് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ഇപ്പോഴും പണ്ടത്തെ പോലെയുള്ള റോഡാണോ? ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കണ്ട റോഡ് പഴയ റോഡാണോ? അല്ല. ഈ വയനാട് അങ്ങോളം ആനയെ പിടിച്ചുകൊണ്ട് പോയപ്പോഴല്ലേ ആളുകൾക്ക് മനസ്സിലായത് മലയോരങ്ങളിലുള്ള റോഡിനെ സംബന്ധിച്ച്. പണ്ട് ഒരു ആനയെ പിടിച്ചുകൊണ്ട് പോയില്ലേ, അരിക്കൊമ്പൻ ഉൾപ്പെടെയുള്ള കൊമ്പന്മാരാണ്. അപ്പോഴല്ലേ അത് പോയ വഴി മുഴുവൻ നോക്കിയപ്പോൾ മലയോര മേഖലയിൽ മുഴുവൻ എന്ത് മനോഹരമായ റോഡ്. എങ്ങനെയാണ് ഈ റോഡ് വന്നത്? PWDയുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പണം ചിലവാക്കി വന്നെയാണോ ആ റോഡെല്ലാം? കുറച്ചുണ്ടാവും. സഖാക്കളെ, നിങ്ങൾ മനസ്സിലായിക്കോ, പിണറായി ഗവൺമെൻറ്, ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഭാവനാപൂർവമായ ഒരു കണ്ടെത്തൽ നടത്തി. ആ കണ്ടെത്തൽ നടത്തിയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പേര് പറ ആരെങ്കിലും. വെറുതെ പുതിയവും കേട്ടിരുന്നാലൊന്നും പോരാ. കിഫ്ബി. അപ്പോൾ നിങ്ങൾക്കറിയാം കിഫ്ബി. പണ്ടേ കിഫ്ബി ഉണ്ട്, ഉമ്മൻചാണ്ടിൻ്റെ കാലത്തെ കിഫ്ബി ഉണ്ട്. ആ കിഫ്ബിയെ എങ്ങനെ ഫലപ്രദമായി കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ, അതിൻ്റെ ഏറ്റവും ശക്തമത്തായ രീതിയിലുള്ള വളർച്ച, വികാസം, പ്രത്യേകിച്ച് പശ്ചാത്തല സൗകര്യം എങ്ങനെ വികസിപ്പിക്കാൻ കിഫ്ബിയെ ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ ആലോചിച്ച് ഭാവനാപൂർവം തീരുമാനത്തിനടിസ്ഥാനപ്പെടുത്തി ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിന് പുറമെ, ബഡ്ജറ്റ് പൈസ വളരെ പരിമിതല്ലേ, കേന്ദ്രം തരുന്നുമില്ല, അതിന് പുറമെ 60,000 കോടി ഉറുപ്പിക, ശരിക്കും മനസ്സിലായിക്കോ, അത്ര 60,000 കോടി ഉറുപ്പിക കേരളത്തിൻ്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ, പ്രത്യേകിച്ച് പശ്ചാത്തല സൗകര്യ വികസനം. അതില്ലാതെ കേരളത്തിന് വളരാനാവില്ല. ആ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ട് നമ്മൾ 60,000 കോടി ഉറുപ്പികയാണ് കിഫ്ബി വഴി ചെലവാക്കാൻ അന്ന് തീരുമാനിച്ചത്. അങ്ങനെ വന്നപ്പോഴാണ് ഈ റോഡ്, വെറുതെ വന്ന എല്ലാ റോഡ്